ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മാധ്യമങ്ങളെ കാണും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അലാസ്ക ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. അമേരിക്കൻ പ്രസിഡന്റുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയെന്ന് യുക്രൈൻ പ്രസിഡന്റ്. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് കസാഖിസ്ഥാനിലെ ഷിംകെന്റിൽ തുടക്കം. മനു ഭാക്കർ ഇന്ത്യയെ നയിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡൽഹിയിലെ രോഹിണിയിൽ ഏകദേശം 11,000 കോടി രൂപയുടെ 2 പ്രധാന ദേശീയപാത വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പൊതുയോഗത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്. ദ്വാരക അതിവേഗ പാതയുടെ ഡൽഹി ഭാഗവും എൻസിആറിലെ അർബൻ എക്സ്റ്റൻഷൻ റോഡ് 2ാം ഘട്ടവും പ്രധാനമന്ത്രി നാളെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡൽഹിയിൽ ബഹുതല ഗതാഗത സൌകര്യം ഒരുക്കുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനും പദ്ധതികൾ സഹായിക്കും. ഈ പദ്ധതികൾ ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ സൃഷ്ടിച്ച് ജനജീവിതം സുഗമമാക്കുകയും തടസ്സരഹിത യാത്ര ഉറപ്പാക്കുകയും ചെയ്യുക എന്ന പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നു. ദ്വാരക അതിവേഗ പാതയുടെ 10.1 കിലോമീറ്റർ നീളമുള്ള ഡൽഹി ഭാഗം ഏകദേശം 5,360 കോടി രൂപ ചെലവിലാണ് വികസിപ്പിച്ചത്. യശോഭൂമി, DMRC ബ്ലൂ ലൈൻ, ഓറഞ്ച് ലൈൻ, വരാനിരിക്കുന്ന ബിജ്വാസൻ റെയിൽവേ സ്റ്റേഷൻ, ദ്വാരക ക്ലസ്റ്റർ ബസ് ഡിപ്പോ എന്നിവയിലേക്ക് ബഹുതല സമ്പർക്ക സൌകര്യവും ഇതൊരുക്കും. ദ്വാരക അതിവേഗ പാതയുടെ 19 കിലോമീറ്റർ നീളമുള്ള ഹരിയാന ഭാഗം കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദീകരിക്കുന്നതിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ വാർത്താസമ്മേളനം നടത്തും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വാർത്താസമ്മേളനമാണിത്. ന്യൂഡൽഹിയിലെ നാഷണൽ മീഡിയ സെന്ററിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. കർണാടകയിലെ മഹാദേവപുര മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്കും മറുപടി നൽകുമെന്നാണ് സൂചന. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് റൈറ്റ്സ് യാത്ര ബീഹാറിലെ സസാറാമിൽ നിന്നും നാളെ ആരംഭിക്കും. 16 ദിവസത്തെ യാത്ര സംസ്ഥാനത്തെ 25 ജില്ലകളിലൂടെ കടന്നുപോകും. രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജസ്വി പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള INDIA സഖ്യ നേതാക്കളും യാത്രയിൽ പങ്കെടുക്കും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 7ാം ചരമവാർഷിക ദിനമായ ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ദേശീയ തലസ്ഥാനത്ത് വാജ്പേയിയുടെ സ്മാരകത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. അടൽ ബിഹാരി വാജ്പേയി 3 തവണയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധം, സുരക്ഷ, സാമ്പത്തികം, ഊർജ്ജം, നിർമ്മിത ബുദ്ധി, വ്യാപാരം, ഉൽപ്പാദനം തുടങ്ങി വിവിധ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അപലപിച്ചതിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണ കൊറിയൻ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂന് നന്ദി പറഞ്ഞു. I would like to discuss with you how we take our relationship to a high level. I also want to express our gratitude for the ROK's condemnation of the terrorist attack which took place in Pahalgam on 22nd of April. I do want to say, there is a lot that we have to discuss, defense, security, business, economics, connectivity, people-to-people relations. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി 2 ദിവസത്തെ സന്ദർശനത്തിനായി തിങ്കളാഴ്ച ഇന്ത്യയിലെത്തും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശന വേളയിൽ ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധികളുടെ 24ാമത് ചർച്ചയിൽ ശ്രീ അജിത് ഡോവലിനൊപ്പം അദ്ദേഹം പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ചൈനീസ് വിദേശകാര്യമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ പാലം നിർമ്മാണ പ്രവൃത്തികളിലെ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനം.
IIT, NIT തുടങ്ങി സ്ഥാപനങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയാകും പ്രത്യേക സമിതി രൂപീകരിക്കുക. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടുക്കി, മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയുള്ള രാത്രികാല ഗതാഗതം ഇന്നും നാളെയും നിരോധിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അമേരിക്കയിലെ സിയാറ്റിലിലെ 605 അടി ഉയരമുള്ള സ്പേസ് നീഡിൽ ടവറിൽ ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തി. ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ പ്രകാശ് ഗുപ്ത, സിയാറ്റിൽ മേയർ ബ്രൂസ് ഹാരൽ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാമർശിച്ച GST പരിഷ്കരണ നിർദ്ദേശങ്ങൾ നിത്യോപയോഗ സാധനങ്ങളുടെ നികുതി കുറയ്ക്കാനിടയാക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധനായ ഷൈജുമോൻ CS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇപ്പോഴുള്ള സ്ലാബ് റേറ്റിൽ 5% 18% മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാ സ്ലാബ് റേറ്റുകളിലും മാറ്റമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവഴി ഒരുപാട് സാധനങ്ങളുടെ വില വളരെയേറെ കുറയുകയും ആൾക്കാർക്ക് അത് വലിയ ഉപയോഗം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ 28% ബ്രാക്കറ്റിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന 90% സാധനങ്ങളും 18% കുറയും. ഇനി മേലിൽ GST ഏർപ്പെടുത്തിയ ഒരു ഉൽപ്പന്നത്തിൽ അതിന്റെ മേളിൽ അഡീഷണൽ സെസ്സോ മറ്റോ നടപ്പിലാക്കുന്നതല്ല എന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ചർച്ചകളിൽ കൈവരിച്ച പുരോഗതിയെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രകീർത്തിച്ചു. സംഭാഷണവും നയതന്ത്രവും മാത്രമാണ് മുന്നോട്ടുള്ള ഏക പാതയെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. 2022 ഫെബ്രുവരിയിൽ റഷ്യ യുക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ US റഷ്യ ഉച്ചകോടിയാണ് ഇന്നലെ അലാസ്കയിൽ നടന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടന്ന കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് തന്നെ അറിയിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം ട്രംപ് സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായും സംസാരിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. വടക്കൻ പാകിസ്ഥാനിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 321 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ബൂണർ ജില്ലയിലാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കനത്ത മഴ തുടരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള വിലയിരുത്തി. കിഷ്ത്വാറിലെ ചഷോട്ടി ഗ്രാമം അദ്ദേഹം സന്ദർശിച്ചു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തു. സൈന്യം, NDRF, SDRF, പ്രാദേശിക ഭരണകൂടം എന്നിവ ഒത്തൊരുമിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പ്രദേശത്ത് പുരോഗമിക്കുന്നു. 2025 ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് കസാഖിസ്ഥാനിലെ ഷിംകെന്റിൽ തുടക്കം. ഒളിമ്പിക്സ് മെഡൽ ജേതാവായ മനു ഭാക്കർ ഇന്ത്യയെ നയിക്കും. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിലും 25 മീറ്റർ പിസ്റ്റളിലും മനു ഭാക്കർ മത്സരിക്കും. സീനിയർ, ജൂനിയർ ഇനങ്ങളിൽ 164 ഷൂട്ടർമാർ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ സംഘത്തെയാണ് ഇന്ത്യ അയച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയുടെ മുൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനും പരിശീലകനുമായ ബോബ് സിംപ്സൺ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ഓസ്ട്രേലിയയെ ആഷസ്, ലോകകപ്പ്, വെസ്റ്റ് ഇൻഡീസ് പരമ്പര എന്നീ മത്സരങ്ങളിൽ വിജയങ്ങളിലേക്ക് നയിച്ച സിംപ്സൺ മികച്ച ഓപ്പണിംഗ് ബാറ്റർ, ഫീൽഡർ, സ്പിന്നർ, പരിശീലകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്നത് ഉടൻ പരിഗണിക്കേണ്ടതില്ലെന്നും എന്നാൽ 2-3 ആഴ്ചകൾക്കുള്ളിൽ അത് ചെയ്യേണ്ടി വന്നേക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നീക്കവും നടത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കും അവരുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. റഷ്യൻ എണ്ണയുടെ തുടർച്ചയായ ഇറക്കുമതി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞയാഴ്ച 25% അധിക തീരുവ ഏർപ്പെടുത്തിയിരുന്നു. നേപ്പാൾ വിദേശകാര്യ സെക്രട്ടറി അമൃത് ബഹാദൂർ റായിയുടെ ക്ഷണം സ്വീകരിച്ച വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നാളെ നേപ്പാൾ സന്ദർശിക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ 11,000 കോടി രൂപയുടെ ദേശീയപാത വികസന പദ്ധതികൾ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വിവാദങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ മാധ്യമങ്ങളെ കാണും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അലാസ്ക ഉച്ചകോടിയെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. അമേരിക്കൻ പ്രസിഡന്റുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയെന്ന് യുക്രൈൻ പ്രസിഡന്റ്. ഏഷ്യൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് കസാഖിസ്ഥാനിലെ ഷിംകെന്റിൽ തുടക്കം. മനു ഭാക്കർ ഇന്ത്യയെ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.